കാലിത്തൊഴുത്തിലാണെന്ന് നമ്മൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. കാലിത്തൊഴുത്തിൽ യേശുവിന് ഒരു വീട് പോലും ലഭിച്ചില്ല. നമ്മൾക്കൊക്കെയാണ് ഇന്നെങ്ങാണെങ്കിൽ വീടുകളുണ്ട്, യേശുവിന് ഒരു വീട് പോലും ഉണ്ടായി എന്നാണ്. ആ കാലിത്തൊഴുത്ത് പല സ്ഥലത്തും പോയി യേശുവിൻ്റെ അമ്മ ഗർഭിണിയായി പ്രസവ സമയം അടുത്തപ്പോൾ പല സ്ഥലത്തും ചെന്ന് വാതിലുകൾ മുട്ടിയിട്ടും ആരും വാതിലുകൾ തുറന്നു കൊടുത്തില്ല. പ്രസവിക്കാനൊരു സ്ഥലമുണ്ടായിരുന്നില്ല യേശു ക്രിസ്തുവിന്. അവസാനം അവർ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ പുൽക്കൂട്ടിൽ കിടത്തി ഒരു പിള്ളക്കറ്റ കൊണ്ട് പൊതിഞ്ഞ് യേശുവിനെ അവിടെ കിടത്തിയെന്നു. നമ്മളെല്ലാം ജനിച്ചു വീണ നമ്മുടെ ഭവനങ്ങളിലാണ്. നമുക്കെല്ലാം ഓരോ വീടുകളുണ്ട്, നല്ല നല്ല മനോഹരമായ വീടുകൾ. യേശു ക്രിസ്തു ജനിച്ചത് നമ്മളെ രോഗരക്ഷകൻ ജനിച്ചതാണ് കാലിത്തൊഴുത്തിൽ. ആ കാലിത്തൊഴുത്തിൽ പിറന്ന യേശു ജനിച്ച എന്ന സ്വർഗത്തിലെ ദൂതന്മാര് അവിടെ ഏറ്റവും താഴ്ന്നവരായ ആട്ടിടയന്മാർക്കാണ് ആദ്യമായി പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞത്, നിങ്ങൾക്ക് ലോകരക്ഷകൻ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ ഇന്ന് പറഞ്ഞിരിക്കുന്നു. പിള്ളക്കറ്റ കൊണ്ട് പൊതിഞ്ഞതാണ് ഒരടയാളം കൊണ്ട് അവരോട് പറയുന്നു. കാലിത്തൊഴുത്തിൽ പിറന്ന യേശുവിനെ അവർ പോയി കണ്ടു. എളിയവരിൽ എളിയവരായ പാവങ്ങളിൽ പാവങ്ങളായവരുടെ അടുത്തേക്കാണ് ദൈവത്താൽ ദൂതന്മാർ ചെന്നത്. അല്ലാണ്ട് വലിയ പണക്കാരുടെ അന്നും ഉണ്ടായിരുന്നു. പണക്കാരും ഗവർണറും രാജാക്കന്മാരും എല്ലാവരും അവരുടെ അടുത്തോട്ടല്ല ദൈവം ദൂതന്മാരെ അയച്ചത്, പാവപ്പെട്ടവരുടെ ഇടയ്ക്കലെയാണ്. ആ പാപ്പരുടെ ദൂതന്മാർ പോയി കഴിഞ്ഞപ്പോൾ ആ ആട്ടിടയന്മാർ ചെന്ന കാലിത്തൊഴുത്തിൽ കിടക്കുന്ന ഉണ്ണി യേശുവിനെ കണ്ട് ആരാധിച്ചു പോന്നു. അതുപോലെ തന്നെയാണ് പണ്ട് യേശുവിൻ്റെ കാലത്ത് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആകാശത്ത് നക്ഷത്രം കാണും. അങ്ങനെ ലോകരക്ഷകൻ ആ നക്ഷത്രം പിറന്നപ്പോൾ നക്ഷത്രം പ്രത്യക്ഷപ്പെട്ടു. അത് വായിച്ചവർ അന്ന് മനസ്സിലാക്കിയവർ 3 രാജാക്കന്മാർ, പൗരസ്ത്യദേശത്തെ 3 രാജാക്കന്മാർക്ക് അത് മനസ്സിലായി. ലോകരക്ഷകനല്ലേ, രാജാവല്ലേ, അതെവിടെയാ പിറന്നതെന്ന് അവർക്ക് പറഞ്ഞുകൂടാ. അവർ വന്ന് ഹെരോദസ് രാജാവിനോട് വന്ന് ചോദിക്കുന്നു, വഴിയിൽ വെച്ച് ചോദിക്കുന്നു, എവിടെയാണ് ലോകരക്ഷകൻ പിറന്നത്? അവർ വിചാരിച്ചു രാജാവല്ലേ, ലോകരക്ഷകനല്ലേ, രാജകൊട്ടാരത്തിലല്ലേ വാഴുന്നതെന്ന്. പക്ഷേ അവിടെ എല്ലാവരും ഒന്ന് ജനിച്ചത് പിറന്നത് ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ. നക്ഷത്രം അത് കാലിത്തൊഴുത്തിൻ്റെ മുകളിൽ പോയി നിന്നപ്പോൾ അവർക്ക് മനസ്സിലായി, ഇവിടെയാണ് യേശു ക്രിസ്തു ലോകരക്ഷകൻ, നമ്മുടെ രക്ഷകൻ, നമ്മളെ സ്നേഹിക്കുന്ന, നമ്മളെ എല്ലാ ആപത്തുകളിൽ നിന്നിൻ്റെ വിമോചകനായ ലോകരക്ഷകൻ പിറന്നിരിക്കുന്നത് അവിടെയാണ് കണ്ടു. അവർക്ക്